തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് വടക്കൻ മേഖലയിലെ 20ഓളം പഞ്ചായത്തുകളിലായി 6000ഓളം ഏക്കറുകൾ വരുന്ന നെൽകൃഷി വെള്ളം ലഭിക്കാതെ പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇത് കർഷകരും കർഷകരുടെ പ്രതിനിധികളും കോൾ വികസന സമിതിയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകില്ല. മാത്രമല്ല 10ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളം പരിപൂർണമായും ഇല്ലാതായി മാറി. കോൾ നിലങ്ങളിൽ വെള്ളം എത്താതെ വന്നപ്പോൾ എല്ലാ കിണറുകൾ പറ്റി. അതുകൂടാതെ ഉപ്പുവെള്ളം കിടക്കുന്ന സ്ഥിതിയും ഉണ്ടായി. പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം എത്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കർഷകരുടെ പ്രതിനിധികൾ, കോൾ വികസന സമിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനായ കലക്ടറെ കാണാൻ വേണ്ടി വന്നത്. കലക്ടർക്ക് പിന്നെ ഈ കാര്യത്തിൽ ഗൗരവം ബോധ്യമായി. ആദ്യം കലക്ടർ ഒന്ന് ഉഴപ്പാൻ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ജനങ്ങളാണ് വലുത്, കൃഷിക്കാരും ജനങ്ങളുമാണ് വലുത് എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ഉഴപ്പലിന് ഞങ്ങൾ സമ്മതിക്കില്ല. കലക്ടർ എടുത്ത് വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടിയന്തരമായി 2 രീതിയിലാണ് തീരുമാനമെടുത്തുള്ളത്. ഒന്ന്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഹയർ അതോറിറ്റി ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗം വിളിക്കും. അതിന് ഭാഗമായി ഈ ചണ്ടി നിറഞ്ഞ് എല്ലാ ജലസ്രോതസ്സും അടഞ്ഞിരിക്കുകയാണ്. ആ ചണ്ടി നീക്കുന്നതിന് ഉള്ള മാർഗം നോക്കും. ഈ കൃഷി നശിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കലാണ്. അതിന് ഇൻഷുറൻസ് കിട്ടത്തില്ല. പ്രകൃതി ദുരന്തം ഉണ്ടായാലേ സാധാരണ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡിമാൻഡ് ഈ കൃഷി നശിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ജില്ലാ ഭരണകൂടം പ്രത്യേകമായും അതിനൊരു പാക്കേജ് ഉണ്ടാക്കണം. ആ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായ ഒരു നടപടി ഉണ്ടാകുമെന്ന് കലക്ടർ സമ്മതിച്ചു. കുടിവെള്ളം കിട്ടാത്തതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ തൃശ്ശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഗുരുവായൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും സംയുക്തമായി വിളിച്ച് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഇതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾക്ക് ടാങ്കറിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടിക്ക് സെക്രട്ടറിമാർക്ക് ഔദ്യോഗികമായ അറിയിപ്പ് കൊടുക്കാം. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ളത് ഈ കാര്യത്തിൽ ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്യും. കലക്ടർ എന്ന് പറഞ്ഞത് എത്രമാത്രം നടക്കുന്നുണ്ട് ഫോളോഅപ്പ് ചെയ്യും. അടുത്ത ഉന്നതാധികാര മീറ്റിങ്ങിലേക്ക് ശ്രീ KK കൊച്ചുമുഹമ്മദും അഡ്വക്കേറ്റ് V സുരേഷ് കുമാറും കർഷകരെ പ്രതിനിധികൾ എന്ന നിലയിൽ കോൾ വികസന സമിതിയുടെ ഉണ്ട്. അവർ പ്രത്യേകമായും ഇന്നത്തെ ഈ ചർച്ചയുടെ അടുത്ത യോഗങ്ങളിൽ പങ്കെടുക്കും. ഇത് യാഥാർത്ഥ്യമാകുന്നവരെ, കാരണം 10-16 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം. ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇനി അവിടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾ ഈ സമരം കലക്ടറുടെ ചേംബറിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നു. ഇരിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് അല്പം അഗ്രസീവായി ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. ജനങ്ങളെ വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ അഗ്രസീവായി ഇടപെട്ടത്. ഇതിനകത്ത് അല്ലാതെ വേറെ യാതൊരു താല്പര്യമില്ല. താല്പര്യമാണ് ഞങ്ങൾക്ക് ഉള്ളൂ. കലക്ടർ പെട്ടെന്ന് അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് ഞങ്ങൾ വിത്തിൻ ഡേയ്സ് വെള്ളം വിട്ടിട്ടുണ്ട്. വെള്ളം വിട്ടു. വെള്ളം കരിവാരിച്ചണ്ടി എന്നുള്ള ചണ്ടിയുണ്ട്. ആ അടിയിൽ നിന്ന് വരുന്ന കുളവാടുണ്ടെങ്കിൽ പോലും അടി കൂടെ വെള്ളം വരും. പക്ഷേ ഈ കരിവാരിച്ചണ്ടി എന്ന് പറഞ്ഞ ചണ്ടി ആണ് ഏറ്റവും പ്രശ്നം. അത് നീക്കുകയാണ് വേണ്ടത്. അത് നീക്കുന്നതിന് ഫണ്ടിന് ഇപ്പം അതായിരുന്നു ആദ്യം തടസ്സം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ട് കലക്ടറയിൽ. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് എടുത്തിട്ട് അടിയന്തരമായി കരിവാരിച്ചണ്ടി മാറ്റുക. അത് മാറ്റാമെന്ന് അഗ്രി ചെയ്തു. വിത്തിൻ ഡേയ്സ് ഞങ്ങൾ പറഞ്ഞു വിത്തിൻ അവേഴ്സാണ്. അപ്പോൾ വിത്തിൻ ഡേയ്സ് ഞങ്ങൾക്ക് തന്നു. സ്വാഭാവികമായും പോസിറ്റീവായൊരു സ്റ്റാൻഡ് എടുത്തു കലക്ടർ. ഉടൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെള്ളം 15 ദിവസത്തോളമായി വിട്ടു തുടങ്ങിയിട്ട് എത്തുന്നില്ല. എന്താ കാരണമെങ്കിൽ കരിവാലിച്ചണ്ടിയും അതുപോലെ തന്നെ കുളവാഴയും നിറഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണത്. സത്യത്തിൽ ഇതൊരു പദ്ധതി നടപ്പാക്കി ഈ കരിവാലിച്ചണ്ടി അടിയന്തരമായി മാറ്റുന്ന പക്ഷം എത്രയും പെട്ടെന്ന് വെള്ളം എത്തുന്നതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പദ്ധതി പ്രകാരം അടിയന്തരമായി ഈ തടസ്സങ്ങൾ നീക്കിയാൽ വെള്ളം എത്തും. അതിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.